സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും നിലച്ചു. ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെയാണ് ടെസ്റ്റുകൾ അനിശ്ചിതത്വത്തിലായത്. സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പൂർണ്ണമായും നിലച്ചു. മലപ്പുറത്തും തിരുവനന്തപുരത്തും ഗ്രൗണ്ടുകൾ പ്രതിഷേധക്കാർ പൂട്ടിയിട്ടു. പത്തനംതിട്ടയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പലയിടത്തും ടെസ്റ്റ് നടക്കേണ്ട ഗ്രൗണ്ട് പ്രതിഷേധക്കാർ ഉപരോധിച്ചു. വാഹനങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും നിലപാടെടുത്തു. കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് ടെസ്റ്റ് നടത്താതെ തിരിച്ചു പോകേണ്ടി വന്നു. മന്ത്രിയുടെ ഒരു പരിഷ്കാരങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷേ അതിൻ്റേതായ കാര്യങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് സാവകാശം തരണം. നമുക്ക് അംഗീകൃതമായ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് സംവിധാനം ഇല്ലാത്തടത്തോളം കാലം ഇതൊന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും. ഇവരെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയുടെ എത്ര തൊഴിലാളികളെ ജീവിച്ചു പോകുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബം പട്ടിണിയാ. മന്ത്രി കൊണ്ട് തരുമോ ഞങ്ങൾക്ക് ഭക്ഷണം? ഈ നിൽക്കുന്ന ഇത്രയും പേർക്ക് ഞങ്ങൾക്ക് ആരെങ്കിലും മന്ത്രി കൊണ്ട് തരുമോ? മന്ത്രിക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. റിവേഴ്സ് പാർക്കിങ്ങും ഗ്രേഡിയന്റ് പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് ഉത്തരവ്. 4 ചക്ര വാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ടെസ്റ്റ് എടുക്കുക. പ്രതിദിനം 60 പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനായി പുതുക്കിയ സർക്കുലർ ഇറക്കാത്തതിൽ RTOമാർക്കിടയിലും ആശയക്കുഴപ്പം തുടരുകയാണ്. പ്രതിദിനം 30 പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള സർക്കുലറാണ് നിലവിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.